തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിവാദം തിരിച്ചടിയായെന്ന് സമ്മതിച്ച സിപിഎം അമിത ആത്മവിശ്വാസവും പ്രാദേശിക പ്രശ്നങ്ങളും തിരിച്ചടിച്ചു. ബിജെപി യുഡിഎഫ് വോട്ട് കച്ചവടം നടന്നു, ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും വീണ്ടും അധികാരത്തിലെത്തുമെന്നും സംസ്ഥാന സമിതിയിൽ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം വിജയകുമാർ റിമാൻഡിൽ. പത്മകുമാറിനൊപ്പം ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. വിദേശ വ്യവസായി SITക്ക് നൽകിയ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശബരിമലയിലെ ഉരുപ്പടികൾ ഡിമണി വിദേശത്തേക്ക് കടത്തി. ഇടപാടുകൾ നടന്നത് തിരുവനന്തപുരത്ത് വെച്ച്. ആദ്യം സമീപിച്ചത് തന്നെയെന്നും മൊഴി. ഓഫീസ് വിവാദത്തിൽ R ശ്രീലേഖയെ പിന്തുണച്ച് കോൺഗ്രസ്. MLA ഹോസ്റ്റലിൽ 2 മുറിയുള്ള പ്രശാന്ത് കോർപ്പറേഷൻ കെട്ടിടം ഒഴിയണമെന്ന് KS ശബരിനാഥൻ. ഈ 31, 32 നമ്പർ നിളയിലെ മുറികളിൽ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? MLA അങ്ങോട്ട് പോവാറുണ്ടോ? അത് വേറെ ഏതെങ്കിലും സ്റ്റാഫോ ആൾക്കാരൊക്കെയാണോ താമസിക്കുന്നത്? അത് നികുതി പണമല്ലേ? കോൺഗ്രസുകാർ BJPയുടെ അജണ്ട ഏറ്റെടുക്കുന്നുവെന്ന് പ്രശാന്ത്. കെട്ടിടം ഒഴിപ്പിക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ലെന്ന് മേയർ. കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ BJPക്ക് വളമാവുമെന്ന് ഞങ്ങൾ നേരത്തെ നിയമം സംബന്ധിച്ച് പറഞ്ഞു, പിന്നെ തൃശ്ശൂർ പറഞ്ഞു, ഇപ്പോഴും മറ്റത്തൂരും പറയുകയാണ്. ഏത് നിമിഷവും ഏത് കോൺഗ്രസ്സുകാരനും BJPയിലേക്ക് ചേക്കാറാം എന്നതിന് അതിൽ വരമ്പുകളില്ല. നേരിയ ഒരു നൂൽ തടസ്സം പോലുമില്ല എന്നതാണ് കേരളത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. കോൺഗ്രസിനെതിരെ മറ്റത്തൂർ ആയുധമാക്കി CPM. കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ BJPക്ക് വളമാകുമെന്ന് MV ഗോവിന്ദൻ. ഏത് നിമിഷവും ഏത് കോൺഗ്രസുകാരനും BJPയിലേക്ക് ചേക്കേറാം. മറ്റത്തൂരിലേത് പുതിയ കേരള മോഡലെന്നും വിമർശനം. നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ ചോദ്യം ചെയ്ത് ED. ഭാര്യ സരിതയുടെയും മൊഴിയെടുത്തു. നടപടി സേവ് ബോക്സ് ആപ്പ് ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ. ED നീക്കം കമ്പനി ഉടമ സ്വാതിക് റഹീം അറസ്റ്റിലായതിന് പിന്നാലെ. ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ MLAക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി. കുൽദീപ് സെൻഗാറിന് ജാമ്യം അനുവദിച്ച ഉത്തരവ് സ്റ്റേ ചെയ്തു. നടപടി ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ CBI അപ്പീലിൽ. അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കാൻ നിർദ്ദേശം.